അല്ല എന്താ ഇത്ര ഗൗരവത്തില്? പിന്നെ മരിച്ച വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണോ? ഹലോ എവ്രിവൺ, വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് അറ്റ് എൻട്രിക്. സോ ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ കല്യാണരാമൻ മൂവി കാണാത്ത ആൾക്കാർ വളരെ കുറവായിരിക്കും അല്ലേ. സോ അതിലൊരു സീൻ വെച്ചിട്ടാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, കല്യാണരാമനിൽ ഒരു മരണ വീട്ടിൽ കുഞ്ചാക്ക ബോബൻ നമ്മുടെ ദിലീപിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താണ് രാമൻകുട്ടി ഈ സമയത്ത് ഇത്ര ഗൗരവത്തിൽ നിൽക്കുന്നത് എന്നുള്ളത്. അപ്പോൾ രാമൻകുട്ടി ചോദിക്കുന്നുണ്ട്, മരണ വീട്ടിൽ പിന്നെ നമുക്ക് അട്ടഹസിച്ചിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റുമോ എന്നുള്ളത്. സോ ഇതേ സിറ്റുവേഷൻസ് ചില ബ്രാൻഡ്സിനും പറ്റിയിട്ടുണ്ട്. ശരിയാണല്ലേ, ഓരോ സിറ്റുവേഷൻസിനനുസരിച്ചിട്ട് വേണം ശരിക്കും നമ്മൾ പെരുമാറാൻ വേണ്ടിയിട്ട്. അല്ലാണ്ട് മരണ വീട്ടിൽ പോയിട്ട് അട്ടഹസിച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 2017 ഏപ്രിൽ ആ ഒരു സമയത്ത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന, നമ്മൾക്ക് എനർജി തരുന്ന, നമ്മുടെ എന്താ പറയുക, നമ്മൾ ഏതൊരു ഒക്കേഷനിലും അല്ലെങ്കിൽ നമ്മൾ ഒരു KFC ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രോസ്റ്റഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന, കുടിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഡ്രിങ്കാണ് പെപ്സി അല്ലേ. എല്ലാവർക്കും അറിയാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിക്കുന്നു. സോ ആ പെപ്സിക്ക് 2017 ഏപ്രിൽ കാലഘട്ടം അത്യാവശ്യം മോശം കാലഘട്ടമായിരുന്നു, അല്ലെങ്കിൽ നല്ല കാലഘട്ടമായിരുന്നില്ല. നല്ലൊരു കോസിന് വേണ്ടി ചെയ്ത ഒരു കാര്യം, അല്ലെങ്കിൽ നല്ലതായിരിക്കും എന്ന് വിചാരിച്ച് ചെയ്ത ഒരു മാർക്കറ്റിംഗ് അവർക്ക് വിപരീതമായിട്ട് വന്നു ഫലിച്ചു. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 2017 ഏപ്രിലിൽ ലിവ് ഫോർ നൗ മൊമെൻറ്റ്സ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് പെപ്സി ഒരു ക്യാമ്പയിൻ ഇറക്കി. അതായത് സിറ്റുവേഷൻ ഇതായിരുന്നു, ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്ന ഒരു സമയത്ത് ഒരു ഷൂട്ട് നിർത്തി വെച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള ഒരു അമേരിക്കൻ മോഡലായിട്ടുള്ള കെന്ന ജെന്നർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി ഷൂട്ട് നിർത്തി വെച്ച് ആ പ്രൊട്ടസ്റ്റിലോട്ടേക്ക് ഇറങ്ങുവാണ്. സോ ആ പ്രൊട്ടസ്റ്റിലോട്ടേക്ക് വരുന്ന സമയത്ത് ആളുടെ കയ്യിൽ നമ്മളുടെ സാക്ഷാൽ പെപ്സിയുടെ ക്യാൻ ഉണ്ടായിരുന്നു. ആ ക്യാൻ ആളെടുത്തു, നടന്നു വന്നു, ആൻഡ് അവിടെ ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിട്ട് നിൽക്കുന്ന നമ്മളുടെ പോലീസുകാരൻ്റെ കയ്യിൽ ഈ ക്യാൻ കൊടുക്കുകയാണ്. ആൻഡ് വിത്ത് എ സ്മൈൽ ആളതെടുത്ത് കുടിക്കുകയാണ്. ആൻഡ് പിന്നെ ആ സിറ്റുവേഷൻ മൊത്തത്തിൽ അങ്ങോട്ട് മാറി. ആ പ്രൊട്ടസ്റ്റ് എന്നുള്ള കാര്യം മാറിയിട്ട് അവിടെ ഡാൻസായി, പാട്ടായി, ഭയങ്കര ഒരു പാർട്ടി മോഡായിട്ട് മാറി. സോ അത് ഭയങ്കര നെഗറ്റീവായിട്ടാണ് പെപ്സിക്ക് വന്ന് ഭവിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കോൺട്രവേഴ്സി അത് ക്രിയേറ്റ് ചെയ്തു. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്, അവരൊരു പ്രൊട്ടസ്റ്റ് നടത്താണ്, അതും ആ സമയത്ത് നമ്മളുടെ ബ്ലാക്ക് ലൈവ്സ് മാറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമ്പയിൻ അത്യാവശ്യം എല്ലാവരുടെയും ഭയങ്കര സീരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. സോ പെപ്സിക്കെതിരെ പല മാധ്യമങ്ങളും, പെപ്സിക്കെതിരെ പല ആൾക്കാരും വിമർശനമായിട്ട് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലൊരു കോസിനെ അവരുടെ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റ് സെല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട്, അവരുടെ ബ്രാൻഡ് അവയർനെസ്സിന് വേണ്ടിയിട്ട് അവർ യൂട്ടിലൈസ് ചെയ്തു എന്നുള്ള രീതിയിലാണ്. പ്രൊട്ടസ്റ്റ് നടക്കുന്ന സമയത്ത് അത്രയും സീരിയസ് ആയിട്ടുള്ളൊരു മാറ്ററാണത്. ആ മാറ്ററിനെ ഒരു എൻജോയ്മെൻറ്റ് മൊമെൻറ്റിലോട്ടേക്ക് മാറ്റുക എന്ന് വെക്കുമ്പം അതിനൊരു സീരിയസ്നെസ്സും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ പെപ്സിക്ക് അത് നല്ല രീതിയിൽ തന്നെ നെഗറ്റീവായിട്ട് വന്ന് ഭവിക്കുകയും ചെയ്തു. പെപ്സി ആയിക്കോട്ടെ, നമ്മുടെ ഈ മോഡൽ കെന്ന ആയിക്കോട്ടെ, രണ്ടുപേരും വന്നിട്ട് സോറി പറഞ്ഞ് അപ്പോളജി ചെയ്ത് ആ ഒരു ആഡ് എടുത്ത് മാറ്റേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. സോ പെപ്സി ഈ ഒരു പരസ്യം ഇറക്കിയതിന് റീസൺ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, യൂണിറ്റീനെ കാണിക്കുക, കമ്മ്യൂണിക്കേഷനെ കാണിക്കുക, എന്താ പറയുക, പീസിനെ കാണിക്കുക, ഇതൊക്കെയായിരുന്നു. പക്ഷെ അതൊന്നുമല്ല അവിടെ നടന്നത്. ഇതിനൊക്കെ വിപരീതമായിട്ടുള്ള കാര്യമാണ്. അതായത് നല്ലൊരു കാര്യത്തിനെ വളച്ചൊടച്ച്, അല്ലെങ്കിൽ അതിൻ്റെ എതിരെ ചെവി കോർക്കാണ്ട് ചുമ്മാ ഒരു ബ്രാൻഡ് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു മാർക്കറ്റിംഗ് രീതി അവരിറക്കി എന്നുള്ള രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു പെപ്സിക്ക് കേൾക്കേണ്ടി വന്നത്. സോ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്സ് എടുത്ത് അല്ലെങ്കിൽ മൊമെൻറ്റ് മാർക്കറ്റിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതായത് കറൻ്റ്ലി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്, അത് മേ ബി എന്തെങ്കിലും ഒരു എന്താ പറയുക, സോഷ്യൽ കോസ് ആയിരിക്കാം, റെസ്പോൺസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആയിരിക്കാം, എന്തും ആയിക്കോട്ടെ. പക്ഷെ നമ്മളുടെ ബിസിനസ്സിനെ അതെങ്ങനെ ബാധിക്കും എന്നുള്ളത് ആലോചിച്ചിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ടൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ട്രെൻഡിങ് ടോപ്പിക്സിനും കയറിയിട്ട് നമ്മളൊരു പുഷ് കിട്ടാൻ വേണ്ടി, നമ്മളുടെ ബ്രാൻഡിന് ഒരു പുഷ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ് ചെയ്തിട്ടും ഒരു ട്രെൻഡിങ് ടോപ്പിക്സ് ചെയ്തിട്ടും കാര്യമില്ല. ശരിയാണ്, റിസ്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്ക് വളരാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളെപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് നോ പെയിൻ നോ ഗെയിൻ എന്നുള്ളത്. പക്ഷെ അത് ആലോചിക്കാണ്ട് എടുത്തു ചാടി ചെയ്തു കഴിഞ്ഞാൽ അത് വിപരീതമായിട്ട് മാത്രമാണ് സംഭവിക്കുള്ളൂ. സോ നിങ്ങളെപ്പോഴും ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ബിസിനസ്സിന് വളർത്തിയെടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് രീതി ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി, നിങ്ങളുടെ പ്രോഡക്റ്റിനെ ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള രീതിയിൽ എപ്പോഴും പ്രവർത്തിക്കാനായിട്ട് നോക്കാം. അതായത് നിങ്ങളുടെ ഓഡിയൻസിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതി, അതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. എപ്പോഴും നമ്മളൊരു പോസിറ്റീവ് കോസ്
വിചാരിച്ചിട്ടായിരിക്കും ഒരു കാര്യം ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ നെഗറ്റീവ് എന്തായിരിക്കാം എന്നുള്ളതും കൂടി ആലോചിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു മാർക്കറ്റിംഗ് രീതി കൊണ്ടുവരാനായിട്ട് നോക്കേണ്ടത്. സോ അതുകൊണ്ട് തന്നെ എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എടുത്ത് മാർക്കറ്റിംഗ് ചെയ്യുമ്പം അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡും നെഗറ്റീവായിട്ടുള്ള സൈഡും നിങ്ങളുടെ ഓഡിയൻസിന് അതിന് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കിയിട്ടായിരിക്കണം നിങ്ങൾ നിങ്ങളുടെ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. സോ മാർക്കറ്റിംഗ് എന്നുള്ളത് എപ്പോഴും പോസിറ്റീവ് ആവണം എന്ന് ഇല്ല. മാർക്കറ്റിങ്ങിൽ എന്ത് ചെയ്യണം എന്നുള്ളത് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ മാർക്കറ്റിങ്ങിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും കൂടി പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോ അങ്ങനത്തെ മാർക്കറ്റിംഗ് രീതികൾ അടങ്ങിയിട്ടുള്ള കോഴ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങളെ വിളിച്ച് സംസാരിക്കുന്നതായിരിക്കും. ആ 5 മിനിറ്റിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ എവിടെ എത്തിക്കണം എന്നുള്ളത്. സോ ഇതേപോലത്തെ വീഡിയോസിനായി സ്റ്റേ ട്യൂൺ ആൻഡ് subscribe to our channel. Thank you and see you next one.